ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. പുറത്ത് നിൽക്കുന്ന ശ്യാമയെ നോക്കിക്കൊണ്ട് അമൃത പറയുകയാണ്, പാവം ഇത്ര നേരമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് പുറത്തേക്ക് ചെല്ലുകയാണ് അമൃത. ഇത് കാണുന്ന ഐശ്വര്യ നേരെ വസുന്ധരയുടെ അടുത്തേക്ക് പോകുന്നു. അമൃത ശ്യാമയെ വെള്ളം കുടിക്കാൻ നിർബന്ധിക്കുമ്പോൾ എനിക്ക് സാറിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ശ്യാമ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന വസുന്ധര, നീ എന്റെ വാക്ക് കേൾക്കില്ലല്ലേ എന്ന് ചോദിച്ചു ആ ഗ്ലാസ് തട്ടി താഴെ ഇടുകയാണ്. തുടർന്ന് അമൃത വസുന്ധരയോട് സോറി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ശ്യാമ അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വാസുദേവൻ വരികയാണ്. എന്താ മോളെ, എന്താ പ്രശ്നം? അഖിൽമോന്റെ അമ്മ വിളിച്ചു പറഞ്ഞു മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ. എന്തു പറ്റി? ഒന്നുമില്ലച്ചാ, അച്ഛൻ പോയിക്കോ. അഖിൽ സാറ് ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്താ കാര്യമെന്ന് എനിക്കറിയണമെന്ന് വാസുദേവൻ പറയുമ്പോ ശ്യാമ പറയുകയാണ്, അച്ഛാ, അച്ഛനോട് ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ പറയാം. അച്ഛൻ ഇപ്പോൾ എന്താണെങ്കിലും ഒന്നും ചോദിക്കേണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ വാസുദേവൻ പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, എനിക്ക് കാര്യങ്ങൾ അറിയണം. അത്രയും പറഞ്ഞുകൊണ്ട് വാസുദേവൻ ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുകയാണ്. എന്താ വസുന്ധരാമേ, എന്താ കാര്യം? എന്റെ മോളെ നിങ്ങൾ എന്തിനാ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, എന്റെ രണ്ട് മക്കളെ തമ്മിൽ തെറ്റിക്കാൻ കാരണം നിങ്ങളുടെ മകളാണ്. ഞങ്ങളുടെ കുടുംബം തകർക്കാനാ അവൾ നോക്കുന്നത്. ഞാൻ ആ പെണ്ണിനെ പോയി കാണരുതെന്ന് അവളോട് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ന്യായമല്ലെന്ന് വാസുദേവൻ പറയുമ്പോൾ എങ്കിലേ നിങ്ങൾ വീടിന്റെ മുമ്പിൽ കൊടി കുത്തിയിരിക്കാൻ വാസുദേവനോട് വസുന്ധര പറയുന്നു. തുടർന്ന് ശ്യാമ അങ്ങോട്ടേക്ക് വന്ന് വാസുദേവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അച്ഛാ, അച്ഛൻ എന്നോടൊന്നും ചോദിക്കണ്ട. അച്ഛനിപ്പോ വീട്ടിലേക്ക് പോയിക്കോ. സാറ് വന്നിട്ട് ഞാൻ സാറിന്റെ ഒപ്പം അങ്ങോട്ടേക്ക് വന്നേക്കാം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖില് ആനന്ദ നിലയത്തിലേക്ക് വരുന്നതാണ്. പുറത്തു തന്നെ ശ്യാമയെ കണ്ടിട്ട് സന്തോഷത്തോടെ അഖില് ചെന്ന് ശ്യാമയോട് പറയുകയാണ്, MD പറഞ്ഞത് എന്താണെന്നറിയാമോ? ഗായികയെ സന്തോഷമായിട്ട് നോക്കണമെന്ന്. ദേ അഡ്വാൻസ് തുകയും തന്നിട്ടുണ്ട്. എന്നാൽ ശ്യാമ അതൊന്നും കേൾക്കാതെ പൊട്ടിക്കരയുമ്പോ അഖില് ചോദിക്കുകയാണ്, എന്താടോ, എന്താ പറ്റിയത്? താൻ കാര്യം പറ. സാറ് വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നെന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരയുമ്പോ അഖില് ചോദിക്കുകയാണ്, ആരാ തന്നെ പുറത്തു നിർത്തിയത്? അത് പിന്നെ സാർ, അമ്മയാണെന്ന് ശ്യാമ പറയുമ്പോ ശ്യാമയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അഖില്. വേണ്ട സാർ, പ്രശ്നമൊന്നും വേണ്ട. സാറിനെ കണ്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ. ഇത് കേൾക്കുന്ന അഖിൽ അമ്മയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അമ്മയെന്ന് വിളിക്കുമ്പോ ആദിയും അരുണും അമൃതയും ഐശ്വര്യയും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് വരുന്നു. കൊള്ളാമേട്ടന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടല്ലേ എന്റെ ശ്യാമയെ വെയിലത്ത് ഇത്രയും നേരം പുറത്തിറക്കി നിർത്തിയതല്ലേ? നിങ്ങളുടെയൊക്കെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു. അഖിൽ പറയുമ്പോ ആദി പറയുകയാണ്, അത് നിന്റെ കാര്യം. ഞാൻ വന്നപ്പോ കാര്യങ്ങൾ അറിഞ്ഞതാണ്. അമ്മയോട് കാര്യം തിരക്കിയപ്പോ അമ്മ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ അനങ്ങാഞ്ഞത്. ശ്യാമ എന്റെ അനിയത്തി തന്നെയാണ്. പക്ഷേ ചെയ്ത തെറ്റിന് എന്താണെങ്കിലും ശിക്ഷ അനുഭവിക്കണം. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അത് സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്ത കാര്യത്തിന് എനിക്കും എന്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ട്. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, താനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എടാ അഖി, ഈ വീട്ടില് കുറെ ദിവസമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കാരണക്കാരാരാണെന്ന് നിനക്കറിയാമല്ലോ എന്ന് അരുൺ പറയുമ്പോ ആദി പറയുകയാണ്, നീ എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിലുണ്ടല്ലോ. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, നിങ്ങൾ എന്തിനാ വീണ്ടും തമ്മിൽ തല്ലുന്നത്? അഖി, നിന്റെ ഭാര്യ ശ്യാമയാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം. ഈ കുടുംബത്തിലെ ശത്രുവിനോട് നിന്റെ ഭാര്യ കൂട്ടുചേർന്നു. അതിന് ശിക്ഷ കൊടുക്കണോ വേണ്ടിയോ എന്ന് നീ തന്നെ പറ. ചെയ്യേണ്ട കാര്യങ്ങള് അമ്മ ചെയ്തു. അമ്മ പുറത്തിറക്കി ഇവളെ നീ വിളിച്ചുകൊണ്ട് വന്നത് എന്താണെങ്കിലും ശരിയായില്ല. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, ഐശ്വര്യട്ടത്തി കൂടുതലൊന്നും പറയണ്ട. അമൃതേട്ടത്തിയും ഇതിന് കൂട്ടുനിന്നല്ലേ? സാർ, അമൃതേട്ടത്തിയൊന്നും പറയരുത്. അമൃതേട്ടത്തിക്ക് കാര്യങ്ങൾ കണ്ടു നിൽക്കാനേ പറ്റി. കേൾക്കുന്ന അഖിൽ പറയുകയാണ്, എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്തത് കൊള്ളാം. ഈ വീട്ടിലെ പല പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടത് എന്റെ ശ്യാമയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നെന്ന് തോന്നുന്നല്ലോ. ഏട്ടനും അമൃതേട്ടത്തിയും കൂടി വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോ ശ്യാമയാണ് ഒറ്റ നിലപാടിൽ നിന്നത്. നിങ്ങളെ തിരികെ കൊണ്ടുവരണമെന്ന്. ശ്യാമ കാരണമാണ് നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതും. അതൊക്കെ ഏട്ടന്മാര് മറന്നെന്ന് തോന്നുന്നു. കേൾക്കുന്ന അരുണും ആദിയുമെല്ലാം മിണ്ടാതെ നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വർമ്മ വരുന്നു. എന്താ പ്രശ്നമെന്ന് വർമ്മ ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് ശ്യാമ പറയുകയാണ്. ശ്യാമയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അല്ല, അടിച്ചിറക്കി. അതുകൊണ്ട് എനിക്കിതിൽ ഇടപെട്ടേ പറ്റൂ എന്ന് അഖില് പറയുമ്പോ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വർമ്മ. ആരാ മോളോട് ഈ ക്രൂരത ചെയ്തത്? അച്ഛാ, കാര്യം ഞാൻ പറയാമെന്ന് ഐശ്വര്യ പറയുമ്പോ വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. ശ്യാമ പറ, വസു ആണോ നിന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്? അതെ എന്ന് ശ്യാമ പറയുമ്പോ വർമ്മ വസുന്ധരയെ വിളിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് വസുന്ധര വരുമ്പോ വർമ്മ ചോദിക്കുകയാണ്, വസു ശ്യാമയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടോ? അതെ, ഞാൻ ഇറക്കി വിട്ടു എന്ന് വസുന്ധര പറയുമ്പോ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വർമ്മ. എന്താ അങ്ങനെ ചെയ്തത്? കാരണം എന്താണെന്ന് വർമ്മ ചോദിക്കുമ്പോ അത് അവളോട് തന്നെ ചോദിക്കാൻ വസുന്ധരയും പറയുന്നു. തുടർന്ന് ശ്യാമ മിണ്ടാതെ നിൽക്കുമ്പോ വസുന്ധര പറയുകയാണ്, കണ്ടില്ലേ, അവൾക്കറിയാം അവൾ ചെയ്തത് തെറ്റാണെന്ന്. അതാണ് അവള് തല കുനിച്ചു നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്,
ശ്യാമ പറയാൻ ആരംഭിച്ചാൽ എന്തൊക്കെയുടെ നടക്കുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്താണെങ്കിലും അമ്മ ചെയ്ത ഈ കണ്ണി ചോരയില്ലാത്ത പ്രവൃത്തി ഞാൻ ക്ഷമിക്കുമെന്ന് അമ്മ കരുതണ്ട. അഖി, നീ കുറച്ച് ഓവറാകുന്നുണ്ടെന്ന് അരുൺ പറയുകയാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ ഞാൻ പറഞ്ഞിരിക്കും. ഇവള് നമ്മുടെ കുടുംബത്തെ ചതിക്കാൻ നോക്കി, നമ്മുടെ കുടുംബത്തെ ഒറ്റുകൊടുക്കാൻ നോക്കി. കാര്യം തെളിച്ചു പറ വസു എന്ന് വർമ്മ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, നമ്മുടെ 2 മക്കൾക്കിടയിൽ ചെറിയൊരു അകൽച്ച വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവൾ എനിക്കൊരു സത്യം ചെയ്തു തന്നിരുന്നു. ആ സത്യം ഇവള് തെറ്റിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുന്ന ആളിന്റെ കൂടെ ഇവള് കൂട്ടുകൂടി. ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ പറയുകയാണ്, ശ്യാമ വാക്ക് തെറ്റിച്ചതല്ല, ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാ ശ്യാമയും ചെയ്തത്. അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധരയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് അഖിൽ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.